ഞാനിപ്പോൾ DGP ഓഫീസിൽ വന്നിട്ട് പരാതി കൊടുത്തു. എനിക്കറിയാം എനിക്കെതിരെ ഉള്ളവരൊക്കെ ഇതിലും വലിയ കൈകളിലേക്ക് എത്തും. അവരിതിലും വലിയ കളികളൊക്കെ കളിക്കുമെന്നറിയാം. പക്ഷേ സത്യം വിജയിക്കണമല്ലോ. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കുടുക്കിയേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഫിറോസിനെതിരെ എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഫിറോസിനെതിരെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. നിങ്ങളുടെ കുബുദ്ധി കാരണം ഇനി എനിക്ക് എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരോട് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് നീ നിന്റെ പ്രബന്ധം നീ തന്നെയാണ് ആണല്ലോ പറയണ്ട. അന്ന് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമസ്കാരം. 10 വർഷം നീണ്ടു നിൽക്കുന്ന ജീവിതാനുഭവങ്ങൾ ഒരു വലിയ ഫയലിലെ ഒരു അവസാന ചാപ്റ്റർ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ആ ചാപ്റ്റർ തുറക്കുമെന്ന് ഭയന്ന് ആ ചാപ്റ്ററിലെ പ്രഗത്ഭനായ ക്രിമിനൽ ഷുഗർ ഡാഡി വുമണൈസർ ആയ മിസ്റ്റർ റസൂൽ പൂക്കുട്ടി, ആ റസൂൽ പൂക്കുട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി 101% കെട്ടിച്ചമച്ച ലിറ്ററലി ഫേക്കായ മാനിപ്പുലേറ്ററായ ഒരു കള്ളക്കഥ, ജീവിതത്തിലെ നല്ല ഒന്നാന്തരം അഭിനേത്രിയായ മറ്റൊരു ക്രിമിനലുമായ, ആ വാക്കെനിക്ക് ഉപയോഗിക്കേണ്ടി വരും, അപ്പോൾ ക്രിമിനലുമായ നാക്കിന് എല്ലില്ല എന്ന ലൈസൻസോടെ എന്തും വിളിച്ചു പറയാം, ആരെയും കരിവാരിത്തേക്കാം, ആരെയും വികൃതമാക്കാം എന്ന രീതിയിൽ സജിന വന്ന് അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കുമ്പോൾ അവൾ ഒരിക്കൽ പോലും ഓർത്തില്ല ഒരു 10 വർഷം അവളുടെ കൂടെ അടിമയെപ്പോലെ അവളെ എന്ന് പറഞ്ഞ് അവളെ മാത്രം സ്നേഹിച്ച് ജീവിച്ച ഒരാൾ, അവളുടെ കുഞ്ഞിൻ്റെ തന്തയായ എന്നെ ഇങ്ങനെ റസൂലിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വിക്ടിമൈസ് ചെയ്യുമ്പോൾ ഒരു 0.1% പോലും മനുഷ്യത്വത്തിൻ്റെ ഒരു കണികയും അവളുണ്ടായിരുന്നില്ല. അവളുടെ ഓരോ തെറ്റുകൾക്കും ഞാൻ മാപ്പ് കൊടുത്ത് എൻ്റെ കൂടെ കൂട്ടിയിരുന്നു ഈ കഴിഞ്ഞു പോയ 10 വർഷങ്ങൾ. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഈ അവസരം കൃത്യമായി തന്നെ, അതായത് സജിനയുടെ ഈ വീഡിയോ വന്നപ്പോൾ അത് കൃത്യമായി തന്നെ ക്രിമിനലായ റസൂൽ പൂക്കുട്ടിയും ടീമും അത് ഉപയോഗിച്ചു. റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ച യൂട്യൂബേഴ്സ്, അതിൽ പ്രധാനികളാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും, പിന്നെ കുറച്ച് മെമ്പേഴ്സുകളുണ്ട്. അവർ കൃത്യമായി ആ അവസരത്തെ മുതലാക്കി റസൂൽ പൂക്കുട്ടിയുടെ ന്യൂസിനെ അവർ പിന്തള്ളിക്കൊണ്ട് എൻ്റെ ന്യൂസിന് പ്രാധാന്യം കൊടുത്തു. അതായത് എന്നെ കരിവാരിത്തേക്കുന്ന രീതിയിൽ അവർ പ്രതിഷ്ഠിച്ചു. അതൊരു നല്ല ടീം വർക്കായിരുന്നു. ഇപ്പോൾ ഉണ്ടായ ഈ കോളിളക്കത്തിന് പ്രധാന കാരണം സജിന തന്നെയാണ്. എന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചതും സജിന തന്നെയാണ്. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു ഓപ്പൺ ബുക്കാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഓവർ സ്മാർട്ട്, സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. ഈ പറയുമ്പോഴും ഇത് ഞാൻ ഒരു വിജയമായി കാണുന്നില്ല, ഇതൊരു വിജയപരാജയമല്ല. പക്ഷേ ഇത് പറയാനൊരവസരം, അതായത് ഇത് പറയാൻ എന്നെക്കൊണ്ട് ഈ കളത്തിൽ അവർ ഇരുത്തിയതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഈ ദുഃഖങ്ങൾ ഞാൻ പറയില്ല. പൊതുവേ എൻ്റെ ദുഃഖങ്ങൾ ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ ജീവിതാനുഭവം ഫുള്ള് എനിക്ക് പറയേണ്ടി വരുന്ന എൻ്റെ ഈ ഒരു അവസ്ഥ, അതൊരു വല്ലാത്ത വൾണറബിളായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഞാൻ ഈ വീഡിയോ സജിന ഇട്ട, എന്നെ വികൃതമായി അല്ലെങ്കിൽ മോശക്കാരനാക്കി കള്ളം പറഞ്ഞിട്ട ആ വീഡിയോയ്ക്ക് ശേഷം കുറച്ച് സമയമെടുത്ത് ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വരാൻ. അതിന് പ്രധാന കാരണം ഈ സജിന പറയുന്നത് പോലെ എന്തും വായ്ത്തോന്ന് വിളിച്ച് പറയല്ല, റിയലായിട്ടുള്ള കാര്യം അത് പറയുമ്പോൾ പോലും അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും വേണം. കാരണം അത്രമേൽ സെൻസിറ്റീവായൊരു വിഷയമാണിത്. ഇതിൽ വരുന്ന ഓരോ വ്യക്തികളും ചില്ലറക്കാരല്ല. ഇത് മൊത്തം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കുടുക്കിയേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിന എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ 10 വർഷം ഞാൻ ജീവിച്ചപ്പോഴും എന്നെ വിരട്ടാൻ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഒന്നുകിൽ അവൾ എൻ്റെ പേരെഴുതി വെച്ച് സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ
മകളെ വെച്ച് പോക്സോ ഇട്ട് തരുമെന്ന്. അവൾ തെറ്റ് ചെയ്യുമ്പം ഞാൻ പിടിക്കപ്പെടുമ്പോഴും ഒക്കെ അവൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്രയും ക്രിമിനൽ മൈൻഡാണ്. ഏതറ്റം വരെ വേണമെങ്കിലും വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും സജിന പോകും. അപ്പോൾ ഇപ്പോഴുണ്ടായ ഒരു കോളിളക്കം ഇതാണ്. സജിന ഒരു ദിവസം, ഈ ഒരു മാസം പോലും ആയില്ലല്ലോ, ഒരു ദിവസം അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അവളൊരു വീഡിയോ ഇടുകയാണ്. റസൂൽ പൂക്കുട്ടിയും സജിനയുമായി 4 വർഷമായിട്ട് പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണിയാണെന്ന്. അടുത്ത ദിവസം തന്നെ, കുറച്ച് മണിക്കൂർക്കുള്ളിൽ തന്നെ അവളുടെ അക്കൗണ്ടിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്തു. അതെനിക്ക് വന്ന് റസൂൽ പൂക്കുട്ടി ഈ ഓൾറെഡി വുമണൈസർ ആണല്ലോ, അപ്പോൾ ഇയാൾ തേച്ചിട്ട് പോകാനായിട്ടുള്ള എന്തോ പരിപാടി അതിനകത്ത് വന്നു കാണും. അപ്പോൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് സജിന വീഡിയോ ചെയ്തത്. എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്നൊരു കാര്യമുള്ളൂ. അപ്പോൾ അതിനും ആ സമയത്ത്, ഈ വീഡിയോ ഇട്ട സമയത്ത് തന്നെ കോംപ്രമൈസ് ആയിക്കണം, അതാണ് ഡിലീറ്റ് ചെയ്തത്. ഈ 1 മാസത്തിന് ശേഷം സെയിം സിനാരിയോ ആണ് സംഭവിച്ചിരിക്കുന്നത്. പൂക്കുട്ടി വന്ന് അവളെ തേച്ചിട്ട് വന്ന് നോക്കുന്നു. അവൾ വന്നിട്ട് 9 ആഴ്ച എന്ന് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അവളുടെ ഇൻസ്റ്റാഗ്രാമിലിടുന്നു. പിന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നു. അതായത് കോംപ്രമൈസ് ആകുമ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇത് കൈവിട്ട് പോയി എന്നറിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മെഴുകാനായിട്ട് അടുത്ത ഒരു കഥയുമായിട്ട് വരുന്നു, ഹാക്കിംഗ് കഥയുമായിട്ട് വരുന്നു. ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഭയങ്കര മെഗാസ്റ്റാർ ഹാക്കറാണ് കേട്ടാ. ആ ഹാക്കറിനെ നമുക്ക് നമ്മുടെ ഗവൺമെന്റിലോട്ട് മാറ്റണം. കാരണം പല കേസുകളും തെളിയിക്കാനുണ്ട്. സത്യം, ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ ഈ പെണ്ണ് കൊണ്ട് ഇട്ടപ്പോഴത്തേക്ക് വന്നൊരു കാര്യം ആലോചിക്കണം. നമ്മളും ഈ അരിയാഹാരം തന്നെ കഴിക്കുന്നത്. അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. വാട്ട് ടുക്ക് യു സോ ലോങ് ടു റെസ്പോണ്ട്? എനിക്ക് അതാ മനസ്സിലാവാതെ. അത് ഏത് ഹാക്കർ എന്നുള്ളത് ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തു. ഹാക്കർ ആണെങ്കിൽ സജിന ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, സൈബർ വഴി കേസ് കൊടുത്തിട്ട് ആര് ലോഗിൻ ചെയ്തത് എവിടുന്നാന്നും, ഈ പോസ്റ്റ് എവിടുന്ന് ഏത് റീജിയനാണ് പോസ്റ്റ് ചെയ്തതെന്നൊക്കെ സൈബറിന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കേസുകളുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ചെയ്യണം. അപ്പൊ ഹാക്ക് ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ പ്രതിബിംബത്തെ തന്നെ നോക്കിയിരിക്കേണ്ട അവസ്ഥ വരും. ആ ഒരു അവസ്ഥ എന്തായാലും സജിനയ്ക്ക് വരാതിരിക്കട്ടെ. അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. പക്ഷെ എന്തൊക്കെ നമ്മൾ മെഴുകിയാലും പ്രപഞ്ചനീതി, ദൈവനീതി എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. അത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ പച്ചക്കള്ള അടിക്കടി മാറ്റിപ്പറഞ്ഞ് ജനങ്ങളെപ്പോലും വിഡ്ഢികളാക്കാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സ്. അപ്പോൾ എന്തായിരിക്കും 10 വർഷമായിട്ട് ഞാൻ കൂടുതലപ്പോൾ എന്നെ പൊട്ടനാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും അവൾ ആദ്യം ഇട്ട പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സോഷ്യൽ മീഡിയയാണ്. ഇവളുടെ വീഡിയോയും ഇവളും റസൂൽ പൂക്കുട്ടി ഹഗ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ മറ്റ് ചാനൽസ് എടുത്തിട്ട് അവർ അത് വാർത്തയാക്കി. കാരണം അവർക്കറിയാം സജിന വന്ന്, ഞങ്ങൾ സെപ്പറേറ്റ് ആയ സമയത്ത് സജിന വന്ന് ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ട് 2 വർഷത്തിന് മുകളിലായിട്ടേ ഉള്ളൂ. 2.5 വർഷം മാക്സിമം. അപ്പോൾ 2.5 വർഷമായി ഈ ഡിവോഴ്സ് എന്ന് സജിന പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സെപ്പറേറ്റഡാണ് ആയത്. അപ്പോൾ 4 വർഷം ആയി പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണി എന്ന് പറഞ്ഞപ്പം അവൾ ബാക്കിയുള്ളതൊന്നും ആലോചിച്ചില്ല. അതാണ് ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അത് പക്ഷേ നമ്മുടെ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ആ വാർത്ത എടുത്തപ്പോഴേ അവർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടിരുന്നു. അങ്ങനെ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ഉപകാരം ചെയ്യണം. സജിന എന്നെ വിളിക്കുന്നു, എൻ്റെ ഒരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ്? ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടു, അത് കൈവിട്ട് പോയി കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, നിനക്ക് നാണമില്ല ഇങ്ങനെ എന്നോട് പറയാൻ? എനിക്ക് അങ്ങനെ എന്തുപകാരമാണ് നീ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിൽ വന്നിട്ട് പറയണം, റസൂൽ പൂക്കുട്ടിയല്ല നമ്മുടെ ജീവിതം തകർത്തതെന്ന് പറയണം. ഞാൻ പറഞ്ഞു, ഒരിക്കലും പറയില്ല. നമ്മുടെ ജീവിതം തകർക്കാൻ ഒരു പ്രധാനി പുള്ളി തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാനിത് പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സജിന വൈകിട്ടായപ്പോഴത്തേക്ക്, അന്ന് വൈകിട്ടാണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്നിട്ട് എന്നെ വീണ്ടും വിളിച്ചിട്ട്, ഞാനിപ്പോൾ ഒരു ലൈവ് ഇടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, സജിന എന്നെ ഇതിലേക്ക് വലിച്ചഴക്കരുത്, ഇത് ഞാനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, നീ ഇതിലേക്ക് എന്നെ വലിച്ചഴക്കരുത് എന്ന് പറഞ്ഞു. സജിന അതൊന്നും കേൾക്കാതെ വന്നിട്ട് എൻ്റെ പേര് കൂടെ ചേർത്തിട്ട്, എനിക്കും ഫിറോസിക്കാർക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് നാട്ടുകാർക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് റസൂൽ പൂക്കുട്ടിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ അതിൽ സംസാരിച്ചു. അപ്പോൾ ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്താണ് കരുതുക? എനിക്ക് മെസ്സേജ് വന്നതും അങ്ങനെയാണ്. ഞാൻ ഇതിനകത്ത്, അതായത് ഈ അഡൾട്ടറിക്ക് ഞാനും കൂടെ സമ്മതം മൂളുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ വന്ന് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട്, അപ്പോഴും സജിനയെ ഞാൻ കുറ്റം പറയുന്നില്ല. നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഞാൻ ഒരിക്കലും സജിനയെ എവിടെയും ഞാൻ കുറ്റം പറഞ്ഞ് കാണിച്ചിട്ടില്ല. ഞാൻ അപ്പോഴും ഇൻഡയറക്റ്റായിട്ടാണ്, റസൂൽ പൂക്കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു,
ഇൻഡയറക്റ്റാണ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എത്ര വലിയ അവാർഡ് മേടിക്കുന്നവനും ഒരു സമയം ദൈവം അവന് പണി കൊടുക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പോയത്. ഇത് വീണ്ടും ഈ വാർത്തകൾ, അതായത് റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള സജനയുടെ വാർത്തകൾ അവർക്ക് കൂടുതൽ ഈ റസൂൽ പൂക്കുട്ടിക്ക് വാരിത്തേൽക്കുന്ന രീതിയിലേക്ക് വന്നത് കാരണം സത്യം തന്നെയാണല്ലോ. വീണ്ടും അവർ എന്നെ ഇരയാക്കിയിട്ട് സജന വന്നിട്ട് ഒരു വീഡിയോ ഇടുകയാണ്. ആ വീഡിയോ ഇടാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, റസൂൽ പൂക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും, രണ്ടാമത് എനിക്ക് ഈ സമയം ഒരു ഓഡിയോ കിട്ടുകയാണ്, ഒരു വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ. ഈ ഓഡിയോ സജന തന്നെ റെക്കോർഡ് ചെയ്ത് റസൂൽ പൂക്കുട്ടിയും സജന ഡുമയും സജനയായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഒരു കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ട് അവരെ സുഹൃത്തുക്കൾ, ഇവരുടെ കൂടെ നിന്ന സുഹൃത്തുക്കൾക്ക് ഇവൾ പണി കൊടുത്തായിരുന്നു, ഇവൾ റസൂൽ പൂക്കുട്ടി കൂടെ. അത് കുറച്ച് പേരുണ്ട്, ഞാൻ പേരുകൾ പറയുന്നില്ല. അപ്പോൾ അതിൽ കുറേ പേര് എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ നല്ല പണി അവർക്ക് വെച്ച് കൊടുത്ത് അവരുമായിട്ട് പിരിഞ്ഞ സമയത്ത് അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സജന അതിനകത്ത് കുറ്റക്കാരിയല്ല എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി റസൂലിനുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ നേരെ ഇവർക്ക് അയച്ചു കൊടുത്തു. അവരതെനിക്ക് സെൻഡ് ചെയ്തു. അല്ലെങ്കിൽ ആ ഓഡിയോ അങ്ങനെ ഒരു ഓഡിയോ ഒരിക്കലും എനിക്ക് കിട്ടേണ്ടതുള്ളതല്ല. അത് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കേൾപ്പിക്കാം. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം, ഫിറോസിനെതിരെ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്കൊന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിനെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. അതെല്ലാം ഞാൻ വലിയ പൈസ ചെലവുള്ള കാര്യമാണ്. അച്ചായൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണെന്നുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛനടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. അല്ല, ഇനി റസൂലിക്ക, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷിക്കും, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരുടെ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ റസൂലിക്ക, നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് ഇനിയിപ്പോ എനിക്ക് എനിക്ക് പറ്റത്തില്ലമ്മ. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ടമ്മ. എല്ലാം ഞാൻ നിങ്ങൾ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളെല്ലാം സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാളെ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്ക്ഡായിരുന്നു, വളരെ ഷോക്ക്ഡാ. എന്ത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിങ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം അത്രയും കെയറിങ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർക്ക് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ,
അപ്പം ഞാൻ പറയുന്നു ശരി പ്രൊട്ടക്ഷൻ എടുക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്ക് അറിയാം ഞാനത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ അല്ല തന്നത്, അല്ലായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളെ ഇന്ന് പീഡിപ്പിച്ച് പേടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണല്ലോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയരുത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞേനെ. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? ഇപ്പോൾ ഈ കേട്ടത് ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. വിശദമായിട്ട് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് എൻ്റെ ലൈഫിൻ്റെ കുറച്ച് സജിനയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നേക്ക് പോകേണ്ടതുണ്ട് ഇതിൻ്റെ ഒരു, കാരണം കുറേ അലിഗേഷൻസ് അവൾ പറഞ്ഞത് കാരണം എനിക്ക് അത് കൂടി പറയേണ്ടതുണ്ട്. അറിഞ്ഞോ അറിയാതെ മറ്റു പലരെയും കൂടി സജിന ഇതിനകത്ത് കൂട്ടുപിടിക്കാൻ ശ്രമിച്ചു. അവർ നിന്നു കൊടുത്തില്ല. പക്ഷേ അവരുടെ കുറച്ച് കാര്യം കൂടി ഇതിനകത്ത് ചേർത്തു. ഞാൻ എന്തായാലും അവരുടെ പേരുകളും ഒന്നും പറയാതെ തന്നെ അത് പരാമർശിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് മുന്നോട്ടുള്ള ലൈഫ് കൂടെ പറയേണ്ടി വരും. അത് മറ്റൊന്നുമല്ല, ഞാൻ ഡേഞ്ചറസ് ബോയ്സ് ഒക്കെ കഴിഞ്ഞ് സൂര്യ ടി വിയിൽ ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത്, ഡേഞ്ചറസ് ബോയ്സിൻ്റെ സമയം മുതൽ ഒരു കുട്ടി എനിക്ക് ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്ത് ഞാനുമായി ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു കുട്ടി, കുറച്ച് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള കുട്ടിയാണ്. അങ്ങനെ ആ ചാറ്റിങ്ങിൽ ഞങ്ങൾ അങ്ങനെ കോൺവെർസേഷൻ പുരോഗമിച്ച് പോകുന്നു. അങ്ങനെ ഞങ്ങൾ പ്രണയത്തിലാകുന്നു. അവസാനം അത് കല്യാണത്തിൽ, രണ്ട് വീട്ടുകാരും അറിഞ്ഞ് അത് കല്യാണത്തിലേക്ക് വരുന്നു. അതൊരു വലിയ ഫങ്ഷനായിട്ട് തന്നെയാണ് ആ കല്യാണം നടന്നത്. അന്ന് ആ കല്യാണം നടക്കുമ്പോൾ നമ്മുടെ റിലീജിയൻ അടിസ്ഥാനമാക്കി നമ്മുടെ മഹലിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ഒരു വെപ്പും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം തോന്നുന്നു. അപ്പം മഹല് വഴി ആണ് അന്ന് നമ്മൾ രണ്ടുപേരുടെയും മഹലിൽ നിന്ന് ആൾക്കാർ വന്ന് രജിസ്റ്റർ ചെയ്തു, ഒക്കെ നമ്മൾ വിവാഹം കഴിച്ചു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ലീഗലി രജിസ്റ്റർ ചെയ്തില്ല. അപ്പോൾ ലീഗലി രജിസ്റ്റർ ചെയ്യാത്ത അതിനെക്കുറിച്ച് നമുക്ക് അത്ര ബോധേടല്ലായിരുന്നു, അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് അത് അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ അത് രജിസ്റ്റർ ചെയ്തില്ലായിരുന്നു. അപ്പോൾ പള്ളി വഴി മാത്രമുള്ളൊരു ഉടമ്പടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കുഞ്ഞായി, അതിലെനിക്കൊരു മോളുണ്ട്, ആയി കുറച്ച് മാക്സിമം ഞങ്ങളൊരു 3 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. ചില കാരണങ്ങളാൽ നമ്മൾ സെപ്പറേറ്റ് ആവേണ്ടി വന്നു. അതൊരു ഡിവോഴ്സിങ് പ്രോസസ്സ് പോലെ തന്നെയാണ്. കാരണം അദ്ദേഹം വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഞാൻ ഇത് കഴിഞ്ഞൊരു 2 വർഷങ്ങൾ കഴിഞ്ഞ്, ഞാൻ ഇപ്പോഴും പറയുന്നു, ആ വ്യക്തികളെ ഇതിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. സജിന ഈ സിനാരിയോ അവതരിപ്പിച്ചതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അത് അവർ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും തിരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ മറുപടിയോ കാര്യങ്ങളോ എനിക്ക് വിശദമായി അതിനെക്കുറിച്ച് പറയാൻ പറ്റും. സോ അവർ സുഖമായിട്ട് ജീവിക്കുന്നതാണ്. അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. അവർ വളരെ റെപ്യൂട്ടഡ് ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല. അപ്പോൾ സജിൻ ഇത് കഴിഞ്ഞിട്ട്, കാരണം ഇത് ഞാൻ പറയാൻ കാര്യം ഇല്ലീഗൽ മാരേജ് എന്നൊക്കെ ഒരു സംഭവം അവളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയായിരുന്നു. ഇത് കഴിഞ്ഞ് ഈ കഥകളെല്ലാം സജിനയ്ക്ക് അറിയാം. ഈ മോളെ കാണാതെ ഞാൻ ഉണ്ടായിരുന്ന എൻ്റെ ഡിപ്രഷൻ, 2 വർഷം ഞങ്ങൾ പിരിഞ്ഞ് സെപ്പറേറ്റ് ആയതിനു ശേഷം 2 വർഷം ഡിപ്രഷനിലായിരുന്നു. അങ്ങനെ ആ സമയത്താണ് 2 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞാൻ സജിന എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു. കാരണം എൻ്റെ വേറെ ഫ്രണ്ടുണ്ട് നിയാസ് എന്ന് പറഞ്ഞിട്ട്, ഇവളുടെ വീടിന് തൊട്ടടുത്ത, ഞങ്ങൾ ഏകദേശം ഞാനും സജിനയായിട്ടുള്ള വീടിൻ്റെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ സജിനയുടെ വീടിന് തൊട്ടടുത്തുള്ളത് നമ്മുടെ ഒരു അകന്ന ബന്ധുവാണ്, നിയാസ് എന്ന പേര്. അപ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ പല പ്രോഗ്രാമിലും ഡേഞ്ചറസ് ബോയ്സിൽ ഉൾപ്പെടെ ഞാൻ ചാൻസ് കൊടുത്തിട്ടുള്ളൊരു പയ്യനാണ്. അങ്ങനെ അവൻ വഴി മ്യൂച്വൽ ഫ്രണ്ടായിട്ട് സജിന എനിക്ക് റിക്വസ്റ്റ് അയച്ചു. അതിനകത്ത് ഇവളുടെ അഭിനയമോഹമായിരുന്നു ഇവളുടെ പ്രധാനത. അങ്ങനെ എന്നെ പരിചയപ്പെട്ടു. അഭിനയത്തെക്കുറിച്ചുള്ള പറഞ്ഞ് എന്തോ ടെലിഫിലിമിലൊക്കെ അഭിനയിക്കാൻ പോയി, ചാൻസ് കിട്ടിയില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഞങ്ങളങ്ങനെ കോൺവെർസേഷനായി, നല്ല അടുപ്പമായിട്ട്. ഞാനങ്ങനെ സജിനയുടെ ഓഫീസ്, അതായത് സജിന അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്പനിയിൽ റിസപ്ഷനിസ്റ്റായിട്ട്. നമ്മൾ അവിടെ ചെന്ന് ഇവിടെ ഞാൻ കാണുന്നു. അങ്ങനെ ആ പരിചയം, പ്രണയത്തിലാകുന്നു. അപ്പോൾ ഇവളുടെ ജീവിതകഥ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ കഥ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു 2 വർഷവും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവൾ തിരിച്ച് അവളുടെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞത് 17ാമത്തെ വയസ്സിൽ അവൾ മറ്റൊരു മതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടി. എന്നിട്ട് അവിടുന്ന്
ഒരു വർഷം കൊണ്ട് കഴിഞ്ഞപ്പോഴോ അങ്ങനെ അവർ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ആ പയ്യനെ മതം മാറ്റിയിട്ട് അവർ ലീഗലി വിവാഹം കഴിപ്പിച്ച് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിലൊരു മോള് സജനയ്ക്കുണ്ട്. അങ്ങനെ അവർ പിരിയാൻ കാരണം അദ്ദേഹം മദ്യപിച്ചിട്ട് എന്നും വന്ന് അദ്ദേഹം എടുത്തിട്ട് അടിക്കും, കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടാൻ പോയി. ഇങ്ങനെയൊക്കെയുള്ള കഥയാണ് ആ വ്യക്തിയെക്കുറിച്ച് സജിന എന്നോട് പറഞ്ഞു തന്നത്. എനിക്കല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയുന്നില്ല. അപ്പം ലാസ്റ്റ് ഞാനും സജിനെ അങ്ങനെ വിവാഹം കഴിക്കാനുള്ളൊരു പ്രോസസ്സിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഞാൻ ഈ നിയാസിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട് സജിന ഇങ്ങനെ, കാരണം അവൻ്റെ എനിക്ക് അത്ര അടുത്തറിയാവുന്നതാണ്. അപ്പോൾ സജിനയ്ക്ക് അടുത്തറിയാവുന്ന, സജിനയുടെ വീടിന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളവന്. അപ്പോൾ അവനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, മോനെ എങ്ങനെയുണ്ട്, പിന്നെ സജിനയെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് കാഷ്വലി ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആദ്യം ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്ന് ഫോണൊന്ന് കട്ട് ചെയ്യുക. ഫോണിലാണ് വിളിച്ച് ചോദിച്ചത്. ഞാൻ തിരിച്ച് പറയാൻ തൊട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വിളിച്ചിട്ടുണ്ട്. ഞാൻ കുഴപ്പമില്ല, ഞാൻ സംസാരിച്ച് നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിച്ചൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളുടെ മൊബൈലിൽ നിന്ന് എനിക്ക് കുറച്ച് ചാറ്റുകൾ കണ്ടു. അത് ഈ നിയാസും ഇവളുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അപ്പം കഥ ഇതാണ്. എന്നോട് ചിലർ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു ഓൾറെഡി ഈ നിയാസും ഇവളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ള ആ ഏരിയയിൽ തന്നെയുള്ള ചില എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അന്നത് വിശ്വസിച്ചില്ല. അപ്പോൾ നിയാസും ഇവളുമായിട്ട് ഒരു ഭാര്യ ഭർത്താവ് പോലെ തന്നെ അവരുടെ വീട്ടിൽ അത്രയും സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയാണ് നിയാസ്. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലായിരുന്നു, ഒരു ഭാര്യ ഭർത്താവ് പോലെ ജീവിച്ചിരുന്നതാണ്. അങ്ങനെ ഈ ഒരു വിഷയം അന്ന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ സജിനയെ അവരുടെ വീട്ടിൽ പോയിട്ട്, സജിനയുടെ വീട്ടിൽ പോയിട്ട് ഈ നിയാസ് അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവരുടെ വീട്ടുകാരാണ് പറഞ്ഞത് അവക്കൊരു ജീവിതം കിട്ടട്ടെ, നീ ഇടയ്ക്ക് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതിനകത്തുണ്ട്. ഇത് സജിനയുടെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ചാറ്റിനകത്ത് വളരെ മോശമായിട്ടുള്ള ചാറ്റ്, അത് ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്ത രീതിയിലെ ചാറ്റുകളും. അപ്പോൾ അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു ഇവരുടെ പഴയ ജീവിതത്തിൻ്റെ കാര്യങ്ങളും ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതൊരു നല്ല ഷോക്കുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് അന്ന് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് ഡിവോഴ്സ് വേണം, നമുക്ക് പിരിയാം, ഇതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇവള് പല രീതികളുടെ കരഞ്ഞ് അഭിനയിക്കുന്നു എല്ലാം കാര്യം ഞാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഒന്നാമത്തെ ജീവിതം അങ്ങനെയായി, രണ്ടാമത്തെ ജീവിതം എടുത്തത് എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, ഇത് എനിക്ക് ഇവിടെ നിർത്താം, എനിക്ക് അങ്ങനെ ഒരു തലവേദന എടുക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡ് എടുത്തിട്ട് കയ്യിൽ കട്ട് ചെയ്തു, ഒരു 2-3 ഇങ്ങനെ ടക്ക് 2-3 കട്ട്. അപ്പോഴത്തേക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് ഞാൻ ആകെ പാനിക്കായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് അവളെ ശരി പോട്ടെ, ഇനി ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞിന് 2 വയസ്സായി. അങ്ങനെ കുട്ടിയൊക്കെ ആയതിനു ശേഷം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് താമസമായി. അവിടുന്ന് തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഒരു ഈ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഹസ്ബൻഡ് അസോസിയേറ്റ് ഡയറക്ടറാണ്, ഇവർ അസിസ്റ്റൻ്റായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവർ മലപ്പുറത്ത് ഒരു ആൽബത്തിൻ്റെ വർക്കുമായിട്ട് ആ സമയത്ത് കണക്റ്റഡായിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങളെ വീടോട്ട് നല്ല അടുപ്പമായി ഈ 2 പേരും. അങ്ങനെ സജിനയുടെ ഈ അഭിനയമോഹം കാരണം സജിന അവരുടെ അടുത്ത് ആ കുട്ടിയെടുത്ത് ഇങ്ങനെ അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ ഈ ആൽബത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സജിനയെ മലപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. മലപ്പുറം ഒരു പുതുക്കാട് അങ്ങനെ പറഞ്ഞ സ്ഥലത്ത്, കോട്ടയ്ക്കൽ പുതുക്കാട് എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം. അവരവിടെ ആൽബം പോകുന്നു. അപ്പം ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവർ വരുന്നു, ഒരാഴ്ച ഒക്കെ അവിടെ കാരണം ഒരു പാട്ടിനൊക്കെ ഒരാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു. അങ്ങനെ സജിന വരുന്നു, ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു, ആദ്യം ഒന്നും കണ്ടില്ല. പക്ഷേ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജിന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവൻ്റെ പേര്. ഗുഡ് ഈവനിങ്, ഷാനിഫ് ഐരൂരാണ്. ഒരു പ്രൊജക്ടിൻ്റെ ലൊക്കേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് അങ്ങനെ ഷാനിഫ് ഐരൂരെ ഞാൻ വിളിച്ച് അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ വലിയ വിഷയമാകുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പം ഞാനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നത്, അവൾ ഇങ്ങോട്ട് വന്നതാണ് കാര്യങ്ങൾ. അവൻ കുറേ ഗ്ലോറിഫൈ ചെയ്ത് അവൻ്റെ കാര്യങ്ങൾ പറയുന്നു. അതങ്ങനെ ഒരു സംഭവമായിട്ട് അതൊരു വല്ലാത്ത സ്റ്റേജായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടും ഇവൾ പിന്നെ ഈ സജിനയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പേടിയോ നാണോ മാനോ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. ഏതറ്റം വരെ വേണമെങ്കിലും തൻ്റെ വിജയത്തിന് വേണ്ടി പോകും. താൻ എന്തിഷ്ടപ്പെടുന്നോ അത് നടത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും. ഇനി അവൾക്കൊരു അപ്പം ആ പ്രണയം പോലും അവൾ പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ ഒളിച്ചോടും, നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ തിരിച്ചു വരട്ടാൻ തുടങ്ങി. അപ്പം കുഞ്ഞുണ്ട്,
ആ കുഞ്ഞ് 2 വയസ്സോളമായിട്ടുള്ള മകനാണ്. പിന്നെ അത് കൂടാതെ എൻ്റെ സെക്കൻഡ് മാരേജാണ്. പിന്നെ ആ സമയമായപ്പോഴത്തേക്ക് ഓൾറെഡി ഇത്രയും 2 വർഷത്തോളം 2.5-3 വർഷമായില്ലേ ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയിട്ട്. ഞാൻ സജിനയുമായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നു. പക്ഷേ തിരിച്ചത് ഉണ്ടായിരുന്നില്ലെന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഷാനി ഫൈരൂർ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്ന ഓരോ പെൺപിള്ളേരെ കൊണ്ടുവന്നു ഇങ്ങനെയൊക്കെ ആൽബം ചെയ്യുന്ന ഒരു ടീമാണ്. അങ്ങനെ ഇവൻ എന്തോ അവൻ്റെ ബാങ്കിൽ 1 കോടി രൂപ കിടപ്പുണ്ട്, ഇവനിപ്പോൾ ആരുമില്ല ഇവന് അതൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥിരം ചില ടീമുകൾ അടിക്കുന്ന നാടക ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ അടിച്ച് ഇവന് ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നതാണ്. മറ്റേ പൈങ്കിളി സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് സത്യത്തിൽ ഞാൻ മരിക്കണോ വേണ്ട എന്നുള്ള സിറ്റുവേഷനാണ്. കാരണം ഈ കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇവരെ ഉറപ്പായിട്ട് അതിനുള്ള പ്രതികാരം ഞാൻ വീട്ട് ചെയ്യാൻ. പക്ഷേ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടും എനിക്ക് വല്ലാത്തൊരു അവസ്ഥയുണ്ട്, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് സജിനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ അന്നേരം ഈ നജീബിനെ വിളിക്കുന്നുണ്ട് പല പ്രാവശ്യങ്ങളിൽ. അപ്പോൾ ഇവർ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ലീഗലി പോകാതിരിക്കാൻ വേണ്ടി ഒരു വിചിത്രമായ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴത് iCloud-ലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. പിന്നെ ചിരിക്കല്ലേ? ഇഷ്ടത്തിലാണോ ചെയ്യണത്? എൻ്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ചെയ്യിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. ഒക്കെ വട്ടുണ്ട നമ്മളാരും പ്രേരിപ്പിച്ചല്ലേ? എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും അതായത് നാളെ ഒരു ലീഗൽ ഇഷ്യൂ വന്നാൽ അവൻ സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് അവൻ അത് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും. അത് നിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സേഫാവുള്ള ഒരു എഗ്രിമെൻ്റാണ് തയ്യാറാക്കിയത്. അങ്ങനെ ഞാൻ പക്ഷേ എനിക്ക് ആ സമയമൊക്കെ ഇവളീ തെറ്റുകളൊക്കെ ചെയ്യുന്നെങ്കിലും ഞാൻ ഇവളെ കൂടെ ചേർക്കുകയാണ്. കാരണം എനിക്ക് അത്രമാത്രം ഒരു സ്നേഹമാണ്. ഈ ചിലർ ഇനി എത്ര വലിയ തെറ്റുകൾ ചെയ്താലും നമ്മൾ മാപ്പ് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവരോട് അത്രമാത്രം നമ്മൾ സ്നേഹിച്ചു. വേദനയോട് കൂടിയാണെങ്കിലും നമ്മൾ അവരെ ചേർത്ത് നിർത്തും. കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉണ്ടാകും. ഇപ്പോൾ ഈ കാണുന്ന നിങ്ങളിൽ തന്നെ ചിലർ എന്നെ ഒരുപക്ഷെ ഇവൻ എന്തിനും ഒന്നയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു അനുഭവം വന്നപ്പോഴത്തേക്ക് കളഞ്ഞൂടെ എന്ന് ചോദിക്കാം. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ഈ ഫീലിങ്സ് മനസ്സിലാവും. നമ്മൾ അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ തെറ്റ് ചെയ്താൽ അവരെ കളയാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ അറ്റാച്ചായി, പ്രത്യേകിച്ച് കുഞ്ഞും കൂടി ഉണ്ടായതുകൊണ്ട്. അങ്ങനെ 3 മാസം അവർ ജീവിച്ചിട്ട് ലാസ്റ്റ് അവനൊരു ഫ്രോഡാണെന്നുള്ളത്. കാരണം അവൻ വണ്ടിയുടെ പരിപാടികൾ അതായത് റെൻറ്റ് വണ്ടികൾ എടുത്തിട്ട് അതിൻ്റെ മേളിൽ വേറെ റെൻറ്റ് വെച്ച് അങ്ങനെയുള്ള ഉടായ്പ ബിസിനസ്സൊക്കെയാണ് അവൻ ചെയ്യുന്നതും. കംപ്ലീറ്റ് ഇല്ലീഗൽ ബിസിനസ്സുകളാണ്. അവന് കാക്കനാട് ജയിലിൽ കുറച്ച് നാൾ കിടന്നു. പിന്നെ അത് കൂടാതെ നമ്മുടെ കണ്ണൂർ ജയിലിൽ അവൻ കുറച്ച് നാളുണ്ടായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത പക്ക ഫ്രോഡായിട്ടുള്ള ഒരുത്തരാണ്. അങ്ങനെ അവൻ്റെ ഫ്രോഡ് ക്യാരക്ടറൊക്കെ സജിനയ്ക്ക് മനസ്സിലായിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വിളിക്കുന്നു, ഞാൻ വരും, എനിക്ക് നിങ്ങളില്ല പറ്റില്ല, എന്തായാലും ഞാൻ വരൂക്ക, നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം സത്യത്തിൽ എനിക്ക് സന്തോഷമായി പുള്ളി വരുമെന്ന് പറയുമ്പോൾ. കാരണം കുഞ്ഞൊക്കെ ആ സമയത്ത് വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു. ഈ സജിനയുടെ മകളില്ലേ, ഈ മകൾ ആക്ച്വലി സജിനയുടെ ഉമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. അത് ഈ 2 കുഞ്ഞുങ്ങളെ ഇവൾ പ്രസവിച്ചു എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ പാല് കൊടുത്തു എന്നുള്ളതല്ലാതെ ഇവരുമായിട്ട് അങ്ങനെ വലിയ കമ്മിറ്റ്മെൻറ്റോ എല്ലാവരുടെ മുന്നിലും വീഡിയോയിലൊക്കെ എന്ന് പറയും എൻ്റെ ഉമ്മയാണ് വലുത് എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. അവളുടെ സുഖം തന്നെയാണ് അവൾക്ക് വലുത്. ഇവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളോ അതോ കൊടുക്കുന്ന എല്ലാം ഒരു മാതാവെന്ന് പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു മാതാവെന്ന് പറഞ്ഞാൽ വീട്ടിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു സാധനം വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ അത് ഇവരുടെ ഉമ്മായിക്കും അറിയാം. അവരുമ്മക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ കൊച്ചിനെ ഒരിക്കലും സജിനയുടെ കൂടെ വിട്ടില്ല. ഈ സ്കൂൾ വെക്കേഷൻ ടൈമിലാണ് ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്തേക്ക് കുട്ടിയെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് പോലും ഞാനാണ്, ഇവൾ രാവിലെ എഴുന്നേക്കില്ല, അതായത് ഉച്ചയ്ക്ക് ഒരു 12-12:30 ആവും എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇവൾ ഉണർത്തുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചായ ഇട്ടുകൊണ്ട് കൊടുത്തിട്ട് അവളെ മോളെ വാപ്പയെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കണം. ഇല്ലേ ഭയങ്കര വയലൻസാണ്.
അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്ന ഈ മോളും വന്നിരിക്കുന്ന സമയത്ത് ഞാനാണ് രാവിലെ എഴുന്നേറ്റ് ഇവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ തയ്യാറാക്കി കൊടുക്കുന്നത്. ആ കുഞ്ഞിനെക്കുറിച്ചാണ് സജിന പരാമർശിച്ചത്. ഞാൻ കുഞ്ഞിനെ മാറ്റി നിർത്തുന്നത്, ഇതേ കുഞ്ഞിനെ വെച്ചിട്ടാണ് പോക്സോ ഇട്ട് തരുമെന്ന് ഇവൾ പലപ്പോഴും എൻ്റെ അടുത്ത് പറയാറുള്ളത്. കാരണം ഇവൾ ഏതറ്റം വരെ വേണമെങ്കിലും കഴിക്കും. ഇതേ സംഭവം തന്നെ ഇവളുടെ കൂട്ടുകാരികളെടുത്ത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ തെറ്റിയ കൂട്ടുകാരികളെടുത്ത് പറഞ്ഞത് അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും എൻ്റെ ബാക്കിൽ വരുമോ എനിക്ക് എന്തെങ്കിലും ഇതാ ഞാൻ അങ്ങേയറ്റം വരെ കളിക്കും. അങ്ങേർക്ക് ഞാൻ എൻ്റെ മോളെ വെച്ചിട്ട് പോക്സോ വരെ ഞാൻ ചെയ്തു കൊടുക്കും. ഇത് തന്നെ ഈ വിഷയങ്ങളടക്കുമ്പോൾ ഒരു യൂട്യൂബറെ അടുത്ത് വിളിച്ച് അത് ചെയ്യിപ്പിക്കാൻ നോക്കി. ആ യൂട്യൂബർ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഈ പോക്സോ ഇട്ട് കൊടുക്കണമെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ആണോ, എന്നാൽ പിന്നെ അതല്ല, മാനസികമായിട്ട് പീഡിപ്പിച്ചത്. അപ്പോഴത്തേക്ക് ഉരുണ്ട് കളിക്കുന്നുണ്ട്. അത് അവന് വ്യക്തമായിട്ട് മനസ്സിലായിട്ട് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ എനിക്ക് മെസ്സേജ് അയച്ചു തന്നതിനകത്ത് ഞാനപ്പം ഈ വാർത്ത ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഒരു ഉമ്മാടത്ത് വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ സജിന മോളെ വെച്ച് വരെ കളിക്കുന്ന അതെന്ത് മൃഗീയമായ ഇതാണ് ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു യൂട്യൂബിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ചോദിച്ചു ഈ വിഷയം തുടക്ക സമയത്ത്. അപ്പോൾ ഒരു ഉമ്മ പറഞ്ഞു, അത് ആ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. ഉമ്മ അന്നേരം എനിക്ക് മെസ്സേജ് അയച്ചതാണ്, ഒരിക്കലും അങ്ങനെ ഒന്നും കളിച്ചില്ല, അതൊക്കെ അവരൊക്കെ ചുമ്മാ പറഞ്ഞാണ്ട് അവർ അയച്ച മെസ്സേജും എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അങ്ങനെ അവിടുന്ന് ഈ നജീബിൻ്റെ അവിടുന്ന് സജിന അവൻ്റെ ഫ്രോഡ് സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് വരികയാണ്. ഈ വരുമ്പോൾ അന്ന് 2018 ഫ്ലഡ് ടൈമാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പലയിടത്തും മരങ്ങൾ വീണ് കിടക്കുന്നു ഒക്കെ. എന്നിട്ട് ആ എത്തിച്ചേരാൻ തന്നെ ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് എത്തിച്ചേരാൻ 3 ദിവസം എടുത്തു. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവൾക്ക് വേണ്ടി ഇങ്ങനെ കാത്ത്. അപ്പോൾ കുഞ്ഞിനും വല്ലാത്തൊരവസ്ഥയില്ലേ, 2 വയസ്സുള്ള കുഞ്ഞല്ലേ. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ ഈ 2 പേരെയും ഇഷ്ടമാണ്, എന്നെയും അവളെയും തള്ളയും തന്തയല്ലേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ നടുക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നൊരു കുഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവൾ വിളിക്കുന്നു, ട്രെയിനിൻ്റെ ആംബിയൻസ് അതിനകത്ത് മറ്റേ വടേ എന്നൊക്കെയുള്ള സൗണ്ട്. അപ്പോൾ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്നതിനകത്ത് വടയെന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് അവൾ വന്നിട്ട് ഈ നജീബിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അവൻ പക്ക ഫ്രോഡാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നാലും എന്തോ അവൻ്റെ അടുത്ത് എനിക്ക് സ്നേഹമുണ്ട്, അതങ്ങോട്ട് പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സജിന ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ അന്ന് വന്നത് കാറിലാണ്, നജീബിക്ക എന്നെ കാറിൽ നിൽക്കുമെന്നോ എന്നെ കാറിൽ കൊണ്ടാക്കിയതാണ്. ഞാൻ ചോദിച്ചു, അതിന് നീ ട്രെയിനിലാണല്ലോ വന്നിട്ട് ആംബിയൻസൊക്കെ ഞാൻ കേട്ടില്ലേ. അത് നജീബിക്ക ഭയങ്കര ബുദ്ധിമാനാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അതായത് കാറിനകത്ത് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ പ്ലെയറില്ലേ ഓഡിയോ സിസ്റ്റത്തിനകത്ത് പ്ലേ ചെയ്തിരുന്നതായിരുന്നു ഈ ആംബിയൻസ്, ട്രെയിനിൻ്റെ ആംബിയൻസ് യൂട്യൂബിനകത്ത് നിന്ന് അത് പ്ലേ ചെയ്തതാണെന്ന് ആംബിയൻസ്. ഇത് വടയെന്ന് അയാൾ തന്നെ ഇടയ്ക്കൂടെ വടേ എന്ന് പറഞ്ഞാണെന്ന്. അപ്പോൾ എന്നെ ബഫൂണാക്കിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ നജീബ് മനസ്സിലാക്കണം, ഇന്ന് ഈ വീഡിയോ ഒരുപക്ഷെ നിനക്ക് കൂടെ ചേർത്തിട്ടായിരിക്കും സൃഷ്ടാവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇതൊന്നും പുറത്തു വരുത്തതുമില്ല, അത് എന്നോടുകൂടി തന്നെ അത് ഇല്ലാതായന. അപ്പോൾ ഇത് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഇവളിപ്പോൾ ഇത് വന്ന് കെട്ടുകഥകളൊക്കെ പറയേണ്ടി വന്നത് എന്നെ ഇങ്ങനെ സാഹചര്യത്തിൽ കൊണ്ടിരുത്തിയതും കേട്ടോ നജീമേ. അപ്പോൾ ഈ നജീമ് പലയിടത്തു നിന്ന് പോകാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം ഒരു 10-16 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് ആദ്യത്തെ വിഭാഗത്തിൽ. അത് പട്ടാമ്പിയിൽ നിന്ന് ഒരു എത്തിയുമായൊരു ലേഡിയാണ് കല്യാണം കഴിച്ചത്. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ 2 പേരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് എന്നാന്ന് തോന്നുന്നു, ഇടുക്കിയിൽ നിന്ന് ഒരു പെണ്ണുണ്ട്. ഇത്രയാണ് ഞാൻ അറിഞ്ഞ ന്യൂസ്. ഇതിനപ്പുറം കാണുമായിരിക്കും, ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് അറിഞ്ഞ ന്യൂസാണിത്. അപ്പോൾ ഇതാണ് നജീബിൻ്റെ കഥ. അങ്ങനെ തിരിച്ചു വന്നു, സജനയും ഞാനുമായിട്ട് വീണ്ടും കുഞ്ഞുമൊക്കെ ആയിട്ട് ലൈഫ് പോകുന്നു. അങ്ങനെ ബിഗ് ബോസ് വന്നു. ബിഗ് ബോസിൽ പിന്നെ നിങ്ങൾ കണ്ടാണല്ലോ ബിഗ് ബോസിൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പോൾ എല്ലാം ഹൈഡ് ചെയ്ത് ഇതൊക്കെ ഈ പറഞ്ഞു പോകുന്നതിൽ എത്രമാത്രം വേദനാജനകമായ കാര്യങ്ങളാണെന്നറിയാമോ. അപ്പോൾ ഇതൊക്കെ സഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവളെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചു. കുഞ്ഞിൻ്റെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പുറത്ത് പറഞ്ഞാലുള്ള നാണക്കേടുകൾ, ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളുണ്ട്. 2ാമത്തെ വിവാഹം, ഇതിലെല്ലാം അവളെ ഒരുപാട് ഞാൻ സ്നേഹിച്ചു പോയി, ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഇവളുടെ തെറ്റുകൾ പോലും ഞാൻ വീണ്ടും കാരണം ഇങ്ങനെ ഒരു സ്റ്റേജ് ഒരാൾക്കും ഇങ്ങനെ ഒരുപക്ഷെ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ പറ്റില്ല. ലക്ഷത്തിലൊക്കെ ഒരാൾക്ക് ചിലപ്പം പറ്റും. ഇങ്ങനെയൊക്കെ അവർക്കത് മനസ്സിലാവും എൻ്റെ ഈ ഫീലിങ്സ് എന്താണെന്നുള്ളത്. അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സീരിയലിലൊക്കെ അഭിനയിക്കുന്നു. ഇപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷ്ണ മമ്മി എന്നാണ് വിളിക്കുന്നത് ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നു ട്രിവാൻഡ്രത്തുള്ള. അവരുടെ ഫ്രണ്ടാണ് വിമൽ, RS വിമൽ. അവന് മീറ്റു കേസിലൊക്കെ അവന് നേരത്തെയും അവന് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ RS വിമൽ
എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പടം മാത്രമേ ഡയറക്റ്റ് ചെയ്തുള്ളൂ. അതിൻ്റെ പ്രൊഡ്യൂസർ കുത്തുവാള എടുത്തെങ്കിലും ഇവൻ അതിൽ നിന്ന് കോടികളുണ്ടാക്കി ഫ്ലാറ്റ് വാങ്ങി സ്റ്റുഡിയോ ഉണ്ടാക്കി ആ ഫ്ലാറ്റിനകത്ത് ഒരു ഏകദേശം 1 കോടിയോളം വരുന്ന തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ആ പ്രൊഡ്യൂസറെ കുത്തുവാള എടുപ്പിച്ച് വിട്ട് 10 വർഷമായിട്ട് അടുത്ത പടം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പക്ക ഫ്രോഡാണ്. ഓരോ പടങ്ങളുടെ ട്രailer ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പടങ്ങളിൽ ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളെ വിളിച്ചിട്ട് ഉപയോഗിക്കലാണ് എൻ്റെ പരിപാടി. അങ്ങനെ സജിനയും ഇവനുമായിട്ട് പ്രണയത്തിലാവുന്നു. അവരുടെ പ്രണയത്തിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാനത് പിടിക്കുന്നത്. അപ്പോൾ പിടിക്കുമ്പോഴത്തേക്ക് ഇവർ അതിന് മുമ്പേ തന്നെ പലയിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. ഇതിലൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ വെച്ച് കണ്ടിട്ട് അവരാണ് എൻ്റെ സത്യത്തിൽ വിളിച്ചു പറയുന്നത്. അതായത് ട്രിവാൻഡ്രത്ത് ലേക്ക് വ്യൂ ഐലൻഡ് റിസോർട്ട് അവിടെ വെച്ചിട്ടാണ് ഇവർ ആ റിസോർട്ടിൽ വെച്ചിട്ട് ഇവരെ കാണുന്നു. അങ്ങനെ അവിടുന്ന് എന്നെ ഇങ്ങനെ വിളിച്ചു പറയുന്നു. അങ്ങനെയാണ് ഞാൻ പിടിച്ചത്. അത് വലിയ വിഷയമായിട്ട് ലാസ്റ്റ് ഇവന് പേടിയായിട്ട് ഞാനിവനെ ലോക്ക് ചെയ്യുന്ന പേടിയായിട്ട് അവൻ അവിടെ നിന്ന് എസ്കേപ്പായി. അപ്പോൾ ഈ സജിന ഇതൊക്കെ ഒരു കൂളായിട്ടാണ് കാണുന്നത്. അവൾക്ക് അപ്പോഴത്തേക്ക് അങ്ങ് നല്ല ധൈര്യം. അവൾക്ക് എന്ത് വന്നാലും ഇനി കൂസലില്ലാത്ത രീതിയിൽ അവൾ വലിയ ആർട്ടിസ്റ്റായി മാറി എന്നുള്ളത്. അതായത് ഞാൻ അവളെ കൊണ്ടുവന്നതാണ് ബിഗ് ബോസിലായാലും അവളുടെ അഭിനയ മോഹം കൊണ്ട് എൻ്റെ കൂടെ ബിഗ് ബോസിൽ കൊണ്ടുവന്ന് ഞാൻ ഡാൻസ് പഠിപ്പിച്ച് ഡാൻസ് ഷോസിൽ കൊണ്ടുവന്നു. ഇത് അപ്പോൾ പലരും പറയും അങ്ങനെ നീ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്ന്. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അവളെ പറക്കാനാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പണ്ട് പറഞ്ഞിരുന്ന അവൾ ഞങ്ങൾ സെപ്പറേറ്റ് ആയ സമയത്ത് ഡിവോഴ്സ് എന്ന് പറഞ്ഞൊന്ന് വീഡിയോ പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ വന്ന് പറയേണ്ടി വന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ അവളെ അന്ന് പൊഴുത്തിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പല കാര്യങ്ങളുള്ളിൽ ഒതുക്കിയിട്ട് ഞാൻ അവൾക്ക് പറക്കാൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ആ ഡിപ്ലോമാറ്റിക് ഡയലോഗ്സൊക്കെ ഇപ്പോൾ എടുത്തിട്ട് വേറെ പല യൂട്യൂബേഴ്സും ചെയ്ത് കോമഡിയൊക്കെ ഞാൻ കണ്ടു, നന്നായിട്ടുണ്ട്. അങ്ങനെ ഈ വിമലിൻ്റെ കേസ് കെട്ടുകൾ കഴിഞ്ഞ് ആ സമയമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മി ജയൻ. ഈ ലക്ഷ്മി ജയൻ എന്ന് പറയുന്നത് ഒരാളെയും കൂസാക്കാത്ത ഈ സജിനയെ പോലെ തന്നെ മറ്റൊരു ലേഡിയാണ്. വാല്യൂസ് എന്തെന്നറിയാത്ത, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അതേ ക്യാരക്ടറുള്ള സജിനയെ കൂടെ കിട്ടിയപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ കൂട്ടായിട്ട് പിന്നെ ഇവർ ഈ ലേഡീസ് ഒള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു യാത്ര. അപ്പം ഈ യാത്ര പോയി കഴിഞ്ഞാൽ 3, 4, 5 ദിവസമേ കഴിഞ്ഞിട്ടേ വരത്തില്ല. അങ്ങനെ ഭയങ്കര വിഷയങ്ങൾ നടക്കുകയാണ്. സജിനടുത്ത് പറഞ്ഞാൽ പിന്നെ സജിന കേൾക്കില്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഒരു ഉമ്മ പറഞ്ഞാൽ കേൾക്കില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത് എന്ത് പറയുമ്പോഴും ഇവൾക്ക് ഈ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട്. ഇവിടെ ഏത് കാര്യം സാധിക്കാൻ വേണ്ടി കഴുത്തിലൊക്കെ കത്തിയൊക്കെ എടുത്തു അവളുടെ തന്നെ. എന്നിട്ട് അത് ഒന്നാമതിൽ കൈ മുറിച്ചതിൻ്റെ പാനിക്കായിട്ട് ആ ഒരു ട്രോമ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇവൾ ഇങ്ങനെ കഴുത്തി കത്തിയടിച്ച് കാണിക്കും, ഇവൾ ഒച്ചത്തിൽ കിടന്ന് കൂവും. അപ്പം വീടിന് തൊട്ടടുത്ത് തന്നെ പരിസരത്തൊക്കെ ആളുണ്ടായിട്ട് എനിക്ക് ഭയങ്കര നാണക്കേടാണ് അവരൊക്കെ കേൾക്കുമെന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഉച്ചത്തിൽ തെറി വിളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ. ഒരു വയലൻറ്റ് സ്റ്റേജ് കാണിക്കും, ഒരു ഭ്രാന്ത് വന്ന അവസ്ഥ പോലെയൊക്കെ കാണിച്ച് ഇവളുടെ കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ഇവിടെ പിന്നെ പറഞ്ഞാൽ കേൾക്കില്ല, നമുക്ക് കെട്ടിയിടാനൊന്നും പറ്റില്ല. കെട്ടിയിട്ടാലും കെട്ടഴിച്ചിട്ട് പോയി കളയുന്ന രീതിയാണ്. അപ്പോൾ ആര് പറഞ്ഞാലും കേൾക്കില്ല. അത്രയും വേറെ മൈൻഡാണ്. തൻ്റെ ഇടയിൽ പറയാൻ പറ്റില്ല, തൻ്റെ ഇടം നല്ലത് തന്നെയാണ്, പക്ഷേ ഇത് അതിക്ക് മേലെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ലക്ഷ്മിയെ ഞങ്ങൾ പിന്നെ വിളിച്ചിട്ട് പറയുന്നു ഇവളെ കൊണ്ടുപോകില്ല എന്നൊക്കെ പറയുമ്പോഴും അവൾ പറയുന്നില്ല, എൻ്റെ അടുത്ത് വരുന്നതാണ്, എനിക്ക് അങ്ങനെ കൊണ്ടുപോയിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞത് ഈ ലക്ഷ്മി അത്യാവശ്യം എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ചില വീഡിയോകളും എൻ്റെ കയ്യിലുണ്ട്, ഗൾഫിൽ വെച്ചിട്ട് ഉപയോഗിച്ചതിൻ്റെ വീഡിയോ ഉണ്ട്. അതുപോലെ തൽക്കാലം ഞാൻ വിടുന്നില്ല അത്. അപ്പോൾ ഈ ലക്ഷ്മിക്ക് കുറച്ച് ടീമുകളുണ്ട്, ഹെവി ടീമുകളോട്ടാണ്. എല്ലാം ക്രിമിനൽസും പിന്നെ ഗുണ്ടകൾ, വലിയ സാമ്പത്തികമായിട്ടുള്ള ഹെവി പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇവർക്ക് ഭയങ്കര കമ്പനി. ഇവർക്ക് ഈ കാലിക്കറ്റ് ഒരു ടീമുണ്ട്. അതിനകത്ത് ഉബൈദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുമായിട്ട് പ്രണയത്തിലാണ്. അങ്ങനെ അയാളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പോകുമ്പോൾ ഇവളുടെ കാർ ഇവൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് കൂട്ടായിട്ട് അവളുടെ അതേ ക്യാരക്ടറാണല്ലോ സജിനെ, അവരെ കൂടെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. കൊടൈക്കനാൽ കിട്ടുന്ന ആ സംഭവം മാജിക് മഷ്റൂം ഇതൊക്കെ അടിക്കുക, ഇവർ മറ്റ് പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, ഇങ്ങനെ അവർ എൻജോയ് ചെയ്ത് വേറൊരു ലോകത്താണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വേദനയൊക്കെ നമുക്ക് അടിച്ച് പിടിച്ച് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഈ അതായത് ലക്ഷ്മിയുടെ ലവർ ഉബിയുടെ സുഹൃത്താണ് മാനു സീക്കോ, സുലൈമാൻ മാനു എന്നാണ് അറിയപ്പെടുന്നത്. അവന് റെഡ് ബെൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ലീസിനെടുത്തിട്ട് അത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ അതേപോലെ മൊബിറ്റോ അങ്ങനെ എന്തോ ഒരു ഹോട്ടലെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നതും, ലീസിനെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ ഈ പ്രീമിയം കാറുകളുടെ ബിസിനസ്, സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ബിസിനസ്സിങ് എന്ന് പറയും. പിന്നെ പല ഇല്ലീഗൽ പരിപാടിക്കും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഗോൾഡ് കടത്തിന് പോലും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയും ഇവളുമായിട്ട് പക്ക പ്രണയത്തില്ല. ഇവൾക്ക് ഒന്നാമത് ഈ ഗുണ്ടകളെ പോലെയുള്ളവരും ഇങ്ങനെയുള്ള ഫ്രോഡുകൾക്ക് എപ്പോഴും ഫ്രോഡുകളെയാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു ഇഷ്ടം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇവനുമായിട്ട് അങ്ങ് പക്ക പ്രണയത്തിലായി.
പ്രണയത്തിലായി, അതും ഞാൻ പൊക്കുന്നു. ഇതൊക്കെ ഞാൻ ചുരുക്കി പറയുന്നെങ്കിൽ ഇതൊരു ലോങ് പ്രോസസ്സാണ്, ഇത് ഞാൻ ചുരുക്കി പറയുകയാണ്. കാരണം അങ്ങനെ അത് ഇവനുമായിട്ട് പ്രണയത്തിലാവുന്നു, അത് ഞാൻ പിടിക്കുന്നു, ഇവനെ പല പ്രാവശ്യങ്ങളിൽ വിളിക്കുന്നു, ഇവൻ്റെ നാട്ടിൽ പോയിട്ട് എന്നെ കിട്ടുന്നില്ല. അങ്ങനെ ലാസ്റ്റ് അവനുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നു. അപ്പോൾ അത് ഈ ലക്ഷ്മിയാണ് പരിചയപ്പെടുത്തുന്നത്. ലക്ഷ്മി അത് കഴിഞ്ഞുടനെ അടുത്ത ആളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇവർ ഗൾഫിലൊക്കെ പോകുന്നുണ്ട്. ലക്ഷ്മി ഗൾഫ് ഷോ എന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരിക്കലും പൂട്ടിയിടാൻ പറ്റില്ല, അത്ര ഇതാണ്. ഇതിൽ ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ, വേദനാജനകമായിട്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ സജിന ഞങ്ങൾ പുതിയ വെച്ച വീട്ടിൽ താമസിക്കുമ്പം രാത്രി 12 മണി ഇവർ ഇങ്ങനെ ലക്ഷ്മിയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളത് കണ്ട് ആകെ ഇറിറ്റേറ്റഡ് ആയിരിക്കുക. രാത്രി 12 മണിയായപ്പോഴത്തേക്ക് ഇവൾ പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതായത് ലക്ഷ്മി അവിടെ എത്തിക്കഴിഞ്ഞു, ഇവർക്ക് പോകണം. അപ്പോൾ ആ രാത്രി ഒരു ബസ്സുണ്ട്, അപ്പോൾ അതിനകത്ത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് ഇവൾ പോകണം. ഞാൻ വിടത്തില്ല, കാരണം എനിക്കറിയാം പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ മാനുവിനെ കാണാനും അങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ള ഇതെനിക്കറിയാം. ഞാൻ വിടുന്നില്ല. പക്ഷേ അവൾ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി, കഴുത്തി കത്തി വെച്ച് ഭയങ്കര വിഷയം ഉണ്ടാക്കിയിട്ട് എന്നെക്കൊണ്ട് ഞാൻ വണ്ടിയിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. എന്നിട്ട് ഞാൻ നോക്കിയിരിക്കുകയാണ് ഈ കോഴിക്കോട്ട് പോകണം. ഇപ്പം നിങ്ങൾ പറയും നിനക്ക് പോയി ചത്തൂടെയെന്ന് ചോദിക്കും. പക്ഷേ അത് ആ സാഹചര്യം വരുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഞാനത് നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഈ മാനു ഒന്ന് പിക്ക് ചെയ്യുന്നു. ഒരു താറ് വണ്ടിയായിരുന്നു, ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനകത്തിരുന്നുകൊണ്ട് ഇവർ നൈറ്റ് ഡ്രൈവിന് പോവുകയാണെന്ന് എന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കും. അപ്പം മോനും ഞാനും അവിടെ ആ രാത്രിയിൽ ഈ വീഡിയോ കോളും കണ്ടുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അത്ര ക്രൂരയാണ്. അവളുടെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും കളിക്കും. വേറൊരാൾക്ക് എന്ത് സംഭവിക്കുന്നു, വേറൊരാളുടെ വേദന എന്താണ്, അങ്ങനെ ഒരു ചിന്ത അവൾക്കില്ല. അങ്ങനെ ഈ മാനുവിൻ്റെ ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് നേരെ ഈ ലക്ഷ്മി, അതിനിടയ്ക്ക് ഗൾഫിൽ ഇവർ പോകുന്നുണ്ട്. ഇവൾക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇവൾക്ക് ഭയങ്കര ബന്ധങ്ങളാണ്. അങ്ങനെ ലക്ഷ്മി അവിടെ ചെന്നിട്ട് അവിടെ കുറച്ച് പേരെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു, ഇവരെ കുട്ടികൾക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ പിന്നെ ലക്ഷ്മിയുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ ഇവർ പല ഇല്ലീഗൽ പരിപാടികളും നടത്തുന്നതോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ തൽക്കാലം അത് ഇടുന്നില്ല. പിന്നെ അത് കൂടാതെ തന്നെ അവിടെ ഈ ഒരു വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ട്സിലാണെന്ന് തോന്നുന്നു, അല്ല മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പേരുണ്ട്. ഒന്നൊരു സക്കീർ, ഒന്ന് ജാഹിദ്. ഇവർ ഈ പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളൊക്കെ കമ്പനിക്ക് വേണ്ടി ഇവരാണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരുത്തനാണ് ബെൻസർ. ഈ ബെൻസറിനെ കുറിച്ച് പല അലിഗേഷൻസും അവിടെ പല യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബെൻസറിൻ്റെ പരിപാടി എന്ന് പറയുന്നത്, ഇവർ 3 പേർക്കൊട്ട് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റിലാണ് ആഫ്റ്റർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ നടക്കുന്നത്, ലഹരി മരുന്നുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെയും വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. കാരണം ഇവർ നമുക്ക് നാളെ ഒരു ലീഗലായിട്ട് പോകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഡിജിറ്റൽ തെളിവാണ്, ചുമ്മാ അത് വായിത്ത് വന്ന് വിളിച്ചു പറയല്ല. ഇവരൊക്കെ ഈ പറഞ്ഞ കണക്ക് ലക്ഷ്മി കൊണ്ടുനടന്ന സജനയ്ക്ക് ഒരു പുതിയ ലോകം എന്താണെന്നുള്ളത്, ലഹരി ലോകം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളെ എന്തൊക്കെ ചെയ്യിപ്പിക്കാമോ അതെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ അബുദാബിയിൽ ഒരു ലേഡിയുമായിട്ട് പേര് പെട്ടെന്ന് മറന്നുപോയി, ആ ലേഡിയുമായിട്ട് സജന പോകുന്നു. ഷബാന എന്ന് പറഞ്ഞ ലേഡിയായിട്ട് പോകുന്നു. ഈ ഷബാനയൊക്കെ ഈ മാനുവിൻ്റെ ഇവരുടെ ഗ്യാങ്ങിലെ ഫ്രണ്ടാണ്. ഈ ഷബാനയുടെ ഒരു ബോയ് ഫ്രണ്ടും അവൻ്റെ ആ ഫ്രണ്ടിൻ്റെ കൂടെ വന്നൊരു ഫ്രണ്ടുമായിട്ട് ഇവർ റൂം എടുത്ത് 4 പേർ കൂടെ താമസിക്കുന്നു. ഇങ്ങനെയുള്ള പല കഥകളും ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നത്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ അറിയും. എങ്ങനെയെങ്കിലും എന്നിലേക്ക് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ എന്തായാലും എത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ ദുബായിൽ ഇവരുടെ ഓരോ പ്രോഗ്രാം, അവിടെ ഉള്ള സംഭവങ്ങൾ, ഇതെല്ലാം നിമിഷം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയിൽ ഇവൾക്ക് പാടാനെങ്ങാണ്ട് റസൂൽ പൂക്കുട്ടി അവസരം കൊടുക്കാമെന്നെങ്ങാണ്ട് പറഞ്ഞിട്ട് ഇവൾ കൊണ്ടുപോയിട്ട്, അതായത് ലക്ഷ്മി ജയൻ കൊണ്ടുപോയി